ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് അവസാന ഘട്ടത്തിൽ നോക്കാൻ പാകത്തിന് ഫിസിക്സ് ഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ടോപ്പിക്സ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ ചെറിയൊരു ഭാഗമാണ്. നമ്മളടുത്ത് ഈ ഭാഗത്തിൽ നിന്ന് തന്നെ PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ഒരു വസ്തു സമപ്രവേഗത്തിലാണ് എന്ന് പറയാൻ പറ്റും. യൂണിഫോം വെലോസിറ്റി. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ് എന്ന് പറയാം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. എന്താണ് പ്രവേഗം? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം ഒരു സദിശ അളവാണ്. അതായത് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന് ദിശയും കൂടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നർത്ഥം. സ്ഥാനാന്തരത്തിൻ്റെ ദിശയാണ് പ്രവേഗത്തിൻ്റെയും ദിശ. സ്ഥാനാന്തരത്തിൻ്റെ ദിശയാണ് പ്രവേഗത്തിൻ്റെയും ദിശ. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? വെലോസിറ്റിയുടെ പ്രവേഗത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് എന്നത്. മീറ്റർ പെർ സെക്കൻഡ്. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിൻ്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ് കേട്ടോ സ്ഥാനാന്തരം. എന്നാൽ പ്രവേഗം കണക്കാക്കുന്നതിനായി പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുക്കുന്ന ആകെ സമയം തന്നെയാണ്. ശബ്ദത്തിന് വാതകത്തിലൂടെ മാത്രമല്ല ദ്രാവകത്തിലൂടെയും ഖരവസ്തുവിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും. ശബ്ദത്തിന് വാതകത്തിലൂടെ മാത്രമല്ല ദ്രാവകത്തിലൂടെയും ഖരവസ്തുവിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം, ശബ്ദത്തിന് വാതകത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ എന്ന്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തിരിച്ചറിയാൻ നമ്മളിത് അറിഞ്ഞിരിക്കണം കേട്ടോ. ശബ്ദത്തിന് വാതകത്തിലൂടെ മാത്രമല്ല ദ്രാവകത്തിലൂടെയും ഖരവസ്തുവിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും. ശബ്ദപ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമാണ്. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് എന്ത്? പവർ അഥവാ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ. പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്ക് എന്താണ് അറിയപ്പെടുന്നത്? പവർ എന്നാണ്. യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ എന്നത്. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ. ഇനി ലാക്ടോമീറ്റർ. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ, തെർമോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം. ലാക്ടോമീറ്റർ പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലാക്ടോമീറ്റർ എന്നാണ്. ലാക്ടോമീറ്റർ. ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഒരു ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇനി കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ. പണ്ട് വണ്ടി വലിക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കും കുതിരകളെയാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു കുതിരയുടെ പവറിനെയാണ് ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ 1 HP എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ഏകദേശം 746 വാട്ട് എന്ന് കണക്കാക്കിയിരുന്നു. 746 വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത്. 746 വാട്ട്. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. എന്താണ് ഊർജ സംരക്ഷണ നിയമം? ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയും. ഇനി കുറച്ച് ഉപകരണങ്ങളും ഊർജ പരിവർത്തനങ്ങളും തന്നിട്ടുണ്ട്. ഇതും PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഫാനിലോ വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു. ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നു. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം പ്രകാശോർജമായിട്ടാണ് മാറുന്നത്. വൈദ്യുത ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഫാനിൽ വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ടാണ് മാറുന്നത്. ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നു. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം പ്രകാശോർജമായിട്ടും മാറുന്നു.
അടുത്തത്, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് എന്ത്? ഗതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗതികോർജം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഊർജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് അറിയപ്പെടുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്താണ്? മാസ് എന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്താണ്? മാസ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള ചലനമാണ്. സമവർത്തുള ചലനമാണ്. ഉദാഹരണം, പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം. അപ്പോൾ സമവർത്തുള ചലനത്തിന് ഉദാഹരണം എന്താണ്? പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം. ഒരു വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള ചലനമാണ്. ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ജഡത്വം കൂടുന്നു. ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. മാസും ജഡത്വവും കണക്റ്റഡ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. മാസും ജഡത്വവും കണക്റ്റഡ് ആണ്. മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം കൂടുന്നു. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ ബലം അല്ലെങ്കിൽ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നു. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ ബലം. ഇത്തരത്തിൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് കൊഹിഷൻ ബലം. ഇവിടെ വ്യത്യസ്ത ഇനം തന്മാത്രകളാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. കൊഹിഷൻ ബലം. അപ്പം അഡിഷൻ ബലം എന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. ഇനി കേശികത്വം നോക്കാം. കേശികത്വം ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം എന്ത് പേരിൽ അറിയപ്പെടുന്നു? കേശികത്വം എന്ന് അറിയപ്പെടുന്നു. ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേശികത്വം. നോക്കാം അടുത്തത്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ ഊർജം ഉപയോഗിച്ച് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാകുന്നു. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ന്യൂക്ലിയർ ഊർജം ഉപയോഗിച്ച് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയായി മാറുന്നു. നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉദാഹരണമായിട്ട് സ്ഥലങ്ങൾ പറയാം. താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഊർജ്ജമാറ്റം എങ്ങനെയൊക്കെയാണ്? ന്യൂക്ലിയർ ഊർജം താപോർജ്ജമാകുന്നു, പിന്നീടത് യാന്ത്രികോർജ്ജമായും അതിനുശേഷം വൈദ്യുതോർജ്ജമായും മാറുന്നു. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലെ ഊർജ്ജമാറ്റം എങ്ങനെയാണ്? ന്യൂക്ലിയർ ഊർജം, താപോർജം, യാന്ത്രികോർജം, അതിനുശേഷം വൈദ്യുതോർജം. എവിടെയൊക്കെയാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ ഉള്ളത്? ഉദാഹരണങ്ങളായിട്ട് ഓർത്തിരിക്കുക. താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം. ഓക്കെ ആണല്ലോ. അടുത്തത് പവർ സ്റ്റേഷൻസ് കുറച്ച് നോക്കാം. കുറച്ച് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് എവിടെയൊക്കെയാണ്? മൂലമറ്റം, കുറ്റ്യാടി, പള്ളിവാസൽ എന്നിവിടങ്ങളിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എവിടെയൊക്കെയാണ്? മൂലമറ്റം, കുറ്റ്യാടി, പള്ളിവാസൽ എന്നിവിടങ്ങളിലാണ്. ഇനി തെർമൽ പവർ സ്റ്റേഷൻ. തെർമൽ പവർ സ്റ്റേഷൻ എവിടെയൊക്കെയാണ്?
രാമഗുണ്ടം, കായംകുളം, നെയ്വേലി എന്നിവിടങ്ങളിലാണ്. തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണ്? നെയ്വേലി, കായംകുളം, രാമഗുണ്ടം. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനും തെർമൽ പവർ സ്റ്റേഷനും എന്താണെന്ന് നമുക്കറിയണ്ടേ? അതും കൂടി നമുക്കൊന്ന് നോക്കാം. തെർമൽ പവർ സ്റ്റേഷൻ കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റുന്നു. നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നെയ്വേലി, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നെയ്വേലി, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഊർജ മാറ്റം എങ്ങനെയാണ്? തെർമൽ പവർ സ്റ്റേഷനുകളിൽ രാസോർജം താപോർജമായും പിന്നീട് യാന്ത്രികോർജമായും അതിനുശേഷം വൈദ്യുതോർജമായും മാറുന്നു. രാസോർജം വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത് എന്ന് ഓർത്തിരിക്കുക. തെർമൽ പവർ സ്റ്റേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? രാസോർജം, പിന്നീട് താപോർജം, അതിനുശേഷം യാന്ത്രികോർജം, അവസാനം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്ക് ഒഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ പള്ളിവാസൽ, മൂലമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. പള്ളിവാസൽ, മൂലമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം? സ്ഥിതികോർജം ഗതികോർജമായും യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായും ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നടക്കുന്നത്. സ്ഥിതികോർജം ഗതികോർജമാകുന്നു, പിന്നീട് യാന്ത്രികോർജമാകുന്നു, അവസാനം വൈദ്യുതോർജമായും മാറുന്നു. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലെ ഊർജ്ജമാറ്റവും നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത്, പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം. പ്രകാശത്തിന് മാധ്യമങ്ങളിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വിസരണം നമ്മൾ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അപവർത്തനം എന്താണെന്ന് നോക്കാം. അപവർത്തനം, പ്രകാശത്തിൻ്റെ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. മാധ്യമങ്ങളുടെ പ്രാദേശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ദിശാവ്യതിയാനത്തിന് കാരണം. മാധ്യമങ്ങളുടെ പ്രാദേശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ദിശാവ്യതിയാനത്തിന് കാരണം. ഇത്തരത്തിൽ ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അതാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ദിശാവ്യതിയാനത്തിന് കാരണം. മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ദിശാവ്യതിയാനത്തിന് കാരണം. ഇത്തരത്തിൽ സുതാര്യമായ മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതാണ് അപവർത്തനം. ഇനി യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് എന്ത്? പവർ, വൈദ്യുത പവർ. യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ എന്ന് പറയുന്നത്. ഇനി അമ്പയറേജ് കൂടി നമുക്കൊന്ന് നോക്കാം. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അമ്പയറേജ് എന്ന് അറിയപ്പെടുന്നത്. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന പവറും വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് അമ്പയറേജ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി നമുക്ക് ചില അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റുകളും തന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പഠിക്കേണ്ട അത്യാവശ്യമുണ്ട്. നോക്കാം. അടിസ്ഥാന അളവുകൾ 7 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ SI യൂണിറ്റാണ് നമ്മൾ ഇവിടെയായിട്ട് നോക്കാൻ പോകുന്നത്. നീളം, ലെങ്ത് മീറ്ററാണ്, മീറ്റർ. മാസ് കിലോഗ്രാമിലാണ്. സമയം സെക്കൻഡിലാണ് പറയുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ആംപിയറിൽ പറയുന്നു. ആംപിയർ ആണ് അതിൻ്റെ SI യൂണിറ്റ്, ആംപിയർ.
താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ കെൽവിനിലാണ് പറയുന്നത്, കെൽവിൻ. പദാർത്ഥത്തിൻ്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നത് മോളിലാണ് അളക്കുന്നത്, മോളിലാണ്. SI യൂണിറ്റ് എന്താണ്? മോളാണ്. പ്രകാശ തീവ്രത അല്ലെങ്കിൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്നത് ക്യാൻഡലയാണ്, ക്യാൻഡല മെഴുകുതിരിയാണ്, അപ്പം അതിൽ നിന്ന് പ്രകാശം ഉണ്ടാകുന്നു. അപ്പോൾ പ്രകാശ തീവ്രത ക്യാൻഡല എന്ന് ഓർത്തിരിക്കാം. നീളം മീറ്ററാണ്, മാസ് കിലോഗ്രാം ആണ്, സമയം സെക്കൻഡാണ്, വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയറാണ്. എല്ലാം SI യൂണിറ്റ് ആണ് കേട്ടോ പറയുന്നത്. താപനില കെൽവിനാണ്, പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ്, പ്രകാശ തീവ്രത ക്യാൻഡലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്കിത് ഈ ഒരു ഭാഗം കൂടി നോക്കാം. വ്യക്തിയുടെ പേര്, അളവുകൾ, യൂണിറ്റ്, പ്രതീകം എന്നിങ്ങനെ ഒരു ചെറിയ ബോക്സ് കൂടെ തന്നിട്ടുണ്ട്. അലസാൻഡ്രോ വോൾട്രോ എന്ന പേരിൽ നിന്നാണ് വോൾട്ട് എന്ന യൂണിറ്റ് ഉണ്ടായിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് വോൾട്ട് ഉപയോഗിക്കുന്നത്? പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടെത്തുന്നതിനാണ് വോൾട്ട് ഉപയോഗിക്കുന്നത്. പ്രതീകം എന്താണ്? VA ആണ്, VA. അടുത്തത് ബ്ലേസ് പാസ്കൽ ആണ്. പാസ്കൽ എന്ന യൂണിറ്റ് എന്തിനുപയോഗിക്കുന്നു? മർദ്ദം അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? പാസ്കൽ ആണ്. എന്താണ് ഇതിൻ്റെ പ്രതീകം? PA എന്നതാണ് പ്രതീകം. സർ ഐസക് ന്യൂട്ടൺ എന്ന യൂണിറ്റ് എന്തിനാണ്? ബലം അളക്കുന്നതിനാണ്. ബലം അളക്കുന്ന യൂണിറ്റ് ആണ് ന്യൂട്ടൺ. എന്താണ് പ്രതീകം? ക്യാപിറ്റൽ ലെറ്റർ N ആണ്. സർ ഐസക് ന്യൂട്ടൺ അളവുകൾ എന്താണ്? ബലം അളക്കുന്നതിനാണ് ന്യൂട്ടൺ എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നു. ബ്ലേസ് പാസ്കൽ മർദ്ദം അളക്കുന്ന യൂണിറ്റ് എന്താണ്? പാസ്കൽ എന്നാണ്. അലസാൻഡ്രോ വോൾട്ടോ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന വോൾട്ട് എന്ന യൂണിറ്റും അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കുഞ്ഞു ക്ലാസ്സാണ്, പക്ഷെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.